ഇത് തേങ്ങാപ്പാൽ രസമാണ് കേട്ടോ. നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടുന്നത് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് മല്ലി, കുരുമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് പുളി എടുക്കുന്നുണ്ട്, കുറച്ച് തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. ആ തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പം അതിലേക്ക് ആവശ്യത്തിന് കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച കൂട്ടുണ്ടല്ലോ, ആ ചതച്ച് വെച്ച കൂട്ടും കൂടി ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സാക്കി വെച്ചില്ലേ, അതുകൂടെ ഇലയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ രസം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ തമിഴിൽ ഉള്ളൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. രസമുണ്ട്, ട്രൈ ചെയ്യുക എല്ലാവരും. ഒരു പ്രത്യേക രസം തേങ്ങാപ്പാലിൻ്റെ രുചി കൂടെ വരുമ്പോഴേ. അങ്ങനെ തേങ്ങാപ്പാൽ രസം കൂട്ടിയിട്ട് ഊണൊക്കെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ.